ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു സൈലം. അപ്പം നിങ്ങളിപ്പം 5ാം ക്ലാസ്സിൽ നിന്ന് 6ാം ക്ലാസ്സിലേക്ക് പോവുകയാണല്ലേ. അപ്പം നിങ്ങളായിട്ട് ഒരു കിഡിലൻ കാര്യം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു അവസരത്തിൽ ഞാനൊരു വീഡിയോ ആയിട്ട് വരുന്നത് കേട്ടോ. നമ്മൾ ഇത് പഠിക്കാണ്ട് 6ാം ക്ലാസ്സിലെ പാഠഭാഗങ്ങൾ പഠിച്ചു തുടങ്ങാൻ പാടില്ല. എന്താണിത്? നമ്മളെ വ്യക്തമായിട്ടുള്ള നമ്മളെ സോഷ്യൽ സയൻസിന്റെ സിലബസ് ആണ് സാറ് പറയാൻ പോകുന്നത്. എത്ര ചാപ്റ്റേഴ്സ് മക്കൾക്ക് പഠിക്കാനുണ്ട്, അതൊക്കെ എങ്ങനെയാണ് നമ്മൾ പഠിക്കുക എന്നുള്ള കാര്യമൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം കേട്ടോ. ബാക്കി നമുക്ക് ചാപ്റ്റേഴ്സ് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സോ മക്കളെ, എന്താടാ സിലബസ്? ഒന്ന് മധ്യകാല ഇന്ത്യ അല്ലെ, മധ്യകാല ഇന്ത്യ അധികാര കേന്ദ്രങ്ങള്, പിന്നെന്താ മധ്യകാല ഇന്ത്യ സമൂഹം വിഭവം വിനിമയം, രണ്ടാമത്തെ ചാപ്റ്റർ. അതിന്റെ ഇംഗ്ലീഷ് ഉണ്ട്. മിഡീവൽ ഇന്ത്യ ദ സെന്റർ ഓഫ് പവർ, മിഡീവൽ ഇന്ത്യ സൊസൈറ്റി റിസോഴ്സ് ആൻഡ് ട്രേഡ്. പിന്നെ മൂന്നാമത്തെ എന്താ കേരളം മണ്ണും മഴയും മനുഷ്യനും, അതിനെന്താ ഇംഗ്ലീഷിൽ കേരള ദ ലാൻഡ് റെയിൻ ആൻഡ് പീപ്പിൾ. പിന്നെ നാലാമത്തത് ഉൽപാദന പ്രക്രിയയിലൂടെ പ്രൊഡക്ഷൻ പ്രോസസ്സ്. അഞ്ചെന്താ ഭൂമി കഥയും കാര്യവും, അതായത് എർത്ത് മിത്ത് ആൻഡ് റിയാലിറ്റി. പിന്നെന്താ വേൾഡ് ഓഫ് ഡൈവേഴ്സിറ്റീസ്, അതായത് വൈവിധ്യങ്ങളുടെ ലോകം. ഇത് 6 ചാപ്റ്റേഴ്സ് ഫസ്റ്റ് ടെക്സ്റ്റിൽ അല്ലെ. പിന്നെ രണ്ടാമത്തെ ടെക്സ്റ്റിലുള്ള ചാപ്റ്റേഴ്സ് ഏതൊക്കെയാ? മധ്യകാല ഇന്ത്യ കലയും സാഹിത്യവും, അതായത് മിഡീവൽ ഇന്ത്യ ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ. പിന്നെന്താ മധ്യകാല ലോകം, മിഡീവൽ വേൾഡ്. പിന്നെന്താ മധ്യകാല കേരളം, മിഡീവൽ കേരള. പിന്നെ ഡെമോക്രസി ആൻഡ് റൈറ്റ്സ്, ജനാധിപത്യവും അവകാശങ്ങളും അല്ലെ. അതൊരു പൊളിറ്റി അല്ലെങ്കിൽ സിവിക്സിൽ വരുന്ന ഭാഗമാണ്. ഇതൊക്കെ ഹിസ്റ്ററി അല്ലെങ്കിൽ ചരിത്രം അല്ലെ, ഹിസ്റ്ററിയിൽ വരുന്ന ടോപ്പിക്സ് ആണ് ഈ മൂന്നും കേട്ടോ. മധ്യകാല ഇന്ത്യ, മധ്യകാല ലോകം, മധ്യകാല കേരളം ഒക്കെ ഹിസ്റ്ററിയിൽ വരുന്നതാണ് കേട്ടോ. അതായത് ഇത് മൂന്നും ഹിസ്റ്ററിയാണ്. ഡെമോക്രസി ഒക്കെ സിവിക്സ് അല്ലെ, പൗരശാസ്ത്രം സിവിക്സിൽ വരുന്നതാണ്. ഡൈവേഴ്സിറ്റി ഇൻ സോഷ്യൽ ലൈഫും സിവിക്സിൽ വരുന്നതാണ്. പിന്നെ ഗിഫ്റ്റ് ഓഫ് നേച്ചർ ഒക്കെ എന്താ ജിയോഗ്രഫി, അങ്ങനത്തെ റിലേറ്റഡ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ് അല്ലെ, ജിയോഗ്രഫിയിൽ വരുന്നതാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ കുറെ ഹിസ്റ്ററിയിൽ നിന്ന് വരുന്നുണ്ട്, ജിയോഗ്രഫിയിൽ നിന്ന് ഉണ്ടാവും, എക്കണോമിക്സ് എന്നൊക്കെ വരും. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ ഡിവിഷൻ കൊടുക്കുന്നില്ല. മൊത്തത്തിൽ 2 ടെക്സ്റ്റ് ബുക്ക് 2 പാഠഭാഗങ്ങളിലായിട്ട് മൊത്തം ഏകദേശം 12ഓളം ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട് അല്ലെ. അപ്പൊ മക്കള് വ്യക്തമായിട്ട് സിലബസ് മനസ്സിലാക്കിയതിനു ശേഷം മാത്രം ഇത് തുടങ്ങാവുള്ളൂ. ഒന്നാമത്തെ ചാപ്റ്റേഴ്സ് നമ്മൾ ഒന്നാമതായിട്ട് പഠിക്കുന്നത് മധ്യകാല ഇന്ത്യ അധികാര കേന്ദ്രങ്ങളാണ് അല്ലെ. അത് ഹിസ്റ്ററിയിൽ വരുന്നതാണ്. മധ്യകാല ഇന്ത്യ സമൂഹം വിഭവം വിനിമയം ഹിസ്റ്ററിയിൽ വരുന്നതാണ്. ഇതൊക്കെ ഹിസ്റ്ററിയാണ് കേട്ടോ, ഹിസ്റ്ററി. പിന്നെന്താ കേരളം മണ്ണും മഴയും മനുഷ്യനൊക്കെ ജോഗ്രഫിയിൽ വരുന്ന ചാപ്റ്റർ ആണ്. ഉൽപാദന പ്രക്രിയയിലൂടെ ശരിക്കും എക്കണോമിക്സിലെ ചാപ്റ്റേഴ്സ് ആണ് അല്ലെ, സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയും. പക്ഷെ ഞാൻ പറഞ്ഞത് പഠിക്കാനുള്ള എളുപ്പത്തിനാണ് നമ്മൾ അങ്ങനെ ഡിവൈഡ് ചെയ്ത് പറയുന്നത് കേട്ടോ. ശരിക്കും നിങ്ങൾക്ക് അങ്ങനെ ഒരു ഡിവിഷൻ ഇപ്പോൾ ഇല്ല, അത് വലിയ ക്ലാസ്സുകളിലേക്ക് പോകുമ്പോഴാണ് അങ്ങനെയുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പം മൊത്തം നിങ്ങൾ പഠിക്കാനുള്ളത് 12 ചാപ്റ്റേഴ്സ് ഉണ്ട്. 2 ടെക്സ്റ്റ് ബുക്കിലും കൂടെ ആയിട്ട് നിങ്ങൾക്ക് 12 ചാപ്റ്റേഴ്സ് ഉണ്ട്. അപ്പൊ കൃത്യമായിട്ട് എനിക്ക് ഇത്രയും പാഠഭാഗങ്ങൾ ഉണ്ട് എന്നൊക്കെ വ്യക്തമായിട്ട് മനസ്സിലായതിനു ശേഷം മാത്രമേ നമ്മൾ 6ാം ക്ലാസ്സിൽ പഠിച്ചു തുടങ്ങാൻ പാടുള്ളൂ. നമുക്ക് സോഷ്യലിൽ മൊത്തം 12 ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്. ഈ കാര്യം നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളെ ബോധ്യമാക്കിയിട്ട് വെക്കുക. ഈ കാര്യം അല്ലെ, ഇത് പഠിച്ചു വെക്കുക. നമുക്ക് 12 ചാപ്റ്ററുകൾ ഉണ്ടെന്നുള്ള കാര്യം നമ്മളെ മൈൻഡിൽ സെറ്റാക്കി വെക്കുക. എന്നിട്ട് വേണം പഠിച്ചു തുടങ്ങാൻ കേട്ടോ. അപ്പം പല വെറൈറ്റി ഓഫ് കാര്യങ്ങളുണ്ട് അല്ലെ. ഹിസ്റ്ററി എന്നുള്ളതുണ്ട്, ജിയോഗ്രഫി ഉണ്ട്, സിവിക്സ് ഉണ്ട്, എക്കണോമിക്സ് എന്നൊക്കെ പാടെ 12 ചാപ്റ്റേഴ്സ്. അപ്പൊ മക്കൾ ഇത് പഠിച്ചു തുടങ്ങാണ്ട് സിലബസ് നോക്കാണ്ട്, അതായത് സോഷ്യൽ മാത്രമല്ല ഏത് സബ്ജക്റ്റ് ആയാലും നമ്മൾ എന്താ ജസ്റ്റ് അതിന്റെ സിലബസ് ഒന്ന് നോക്കണം. എത്ര ചാപ്റ്റേഴ്സ് എനിക്ക് പഠിക്കാനുണ്ട്, ടെക്സ്റ്റ് ഫസ്റ്റ് ഭാഗത്തിൽ ഏതാ, സെക്കൻഡ് ഭാഗത്തിൽ ഏതാ, മൊത്തം എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട് എന്നുള്ള കാര്യമൊക്കെ എല്ലാ ടെക്സ്റ്റ് ബുക്കിലും നമ്മളിങ്ങനെ പോയി നോക്കിയിട്ട് വേണം നമ്മൾ ഒരു അധ്യയന വർഷം സ്റ്റാർട്ട് ചെയ്യാൻ കേട്ടോ. അല്ലാണ്ട് ജസ്റ്റ് കയറി ആദ്യം മുതലേ ഇങ്ങനെ ചുമ്മാ അവിടെ നിന്ന് ഇവിടുന്ന് റാൻഡം ആയിട്ട് പരതി വായിക്കുന്ന സ്വഭാവം ഒഴിവാക്കണം. നമ്മളൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് അല്ലെ, കുറച്ച് എന്താ പറയുക സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു പഠന രീതി നമ്മൾ ആവിഷ്കരിക്കേണ്ടതുണ്ട് അല്ലെ. അപ്പൊ ഈ ഒരു ഇമ്പോർട്ടന്റ് കാര്യമാണ് സാർ ഇന്ന് നിങ്ങളോട് കൺവേ ചെയ്തിട്ടുള്ളത്. ഇതുപോലത്തെ കിഡിലൻ വീഡിയോസ് ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇനിയും വരും, ഇവിടെ ഉണ്ടാവും. സൈലം നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാവും. അപ്പൊ അതുവരെ നമുക്ക് വേറൊരു വീഡിയോ അല്ലെങ്കിൽ ഇനിയൊരു കിഡിലൻ വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നവരെ ഒരു അടിപൊളി ബൈ കേട്ടോ.